അങ്ങനെ നമ്മൾ വീണ്ടും ആലപ്പുഴയ്ക്ക് വന്നിരിക്കുക കേട്ടോ. നമ്മൾ ഇന്നത്തെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കുറഞ്ഞ നിരക്കിൽ ഒരു ലോ ബഡ്ജറ്റായിട്ട് നമ്മൾ കുട്ടനാട്ടിൽ കൂടി ഒരു ബോട്ട് യാത്ര നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആലപ്പുഴ വന്നിരിക്കുന്നത് കേട്ടോ. അതിനായിട്ട് ഞാൻ രാവിലെ തന്നെ തൃശ്ശൂരിൽ നിന്ന് 3:50 ഗുരുവായൂർ തിരുവനന്തപുരം 163:41 ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിന് കയറി ആലപ്പുഴ ഒരു 6:45 ഇറങ്ങി കേട്ടോ. പിന്നെ ഞാനിവിടെ നമ്മുടെ ആലപ്പുഴ സ്റ്റേഷൻ്റെ നവീകരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് വെയിറ്റിംഗ് ഹാൾ ഉണ്ട് കേട്ടോ. അവിടെ 30 രൂപയാണ് നമുക്ക് ചാർജ് ചെയ്യുക. അപ്പോൾ ഞാൻ 30 രൂപ കൊടുത്തിട്ട് ഒരു 6:45 വന്നിറങ്ങി ഒരു 15 മിനിറ്റ് ഞാനൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് വെയിറ്റിംഗ് ഹാളിൽ 7 മണിക്ക് കയറി 8 മണിക്ക് ചെക്കൗട്ട് ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ സ്റ്റേഷൻ്റെ പുറത്ത് വന്ന് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി ഇനി ഇവിടെ നിന്ന് ബസ്സുണ്ട് ബോട്ട് ജെറ്റിയിലേക്ക്, അതെങ്ങനെയാണ് നോക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് പതുക്കെ നീങ്ങാം. അപ്പോൾ ആലപ്പുഴ സ്റ്റേഷനിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ തന്നെയായിട്ട്. അപ്പോൾ നമുക്ക് ആ ബോട്ട് യാത്രയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബാക്കി നമുക്ക് പോകുന്ന വഴി കാണാം. ആലപ്പുഴ സ്റ്റേഷൻ്റെ റീഡെവലപ്മെൻറ്റ് വർക്ക്സ് ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നല്ല കാര്യത്തിൽ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ടിക്കറ്റ് കൗണ്ടറൊക്കെ നമുക്ക് ആ ദൂരെ കാണുന്നൊരു ബിൽഡിങ്ങില്ലേ, ആ ഞാൻ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. ആ ഷീറ്റ് ഇട്ടിട്ടുള്ള ദൂരെ കാണുന്ന ബിൽഡിങ്ങിലേക്കാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മെയിൻ റീഡെവലപ്മെൻറ്റ് വർക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്റ്റേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ മെയിൻ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരിക കേട്ടോ, റിസർവേഷൻ കൗണ്ടറും കാര്യങ്ങളൊക്കെ വരിക. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിംഗ് ഏരിയ കേട്ടോ. സദേൺ റെയിൽവേയുടെ പാർക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ വണ്ടിയിൽ വന്നാലും നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ടാക്സികളൊക്കെ ഇവിടെ വെയിറ്റിംഗ് ആണ്. കുറച്ച് ടാക്സികളൊക്കെ ഇവിടെ നിന്ന് പോകാനായിട്ടുള്ളതാണ്, കുറച്ചൊക്കെ നമ്മൾ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പിന് വേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മളെ ബസ് സ്റ്റാൻഡിൽ അവിടെയാണ്. നമ്മളപ്പോൾ ബസ്സിൻ്റെ അവിടേക്ക് ഒന്ന് പോയി നോക്കാം കേട്ടോ എപ്പോഴാണ് ടൈമിംഗ് എന്നുള്ളതൊക്കെ. ഇവിടെ കിടക്കുന്ന ബസ്സിലാട്ടോ നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. ഇതിൽ ബോർഡിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബോട്ട് ജെട്ടി പോകണമെന്നുള്ളത്. ബീച്ച്, ബോട്ട് ജെട്ടി, KSRTC ആലപ്പുഴ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബസ്സിൻ്റെ അകത്ത് തന്നെ കയറിയിരിക്കാം. ഞാനിപ്പോൾ വന്നിറങ്ങിയിട്ടുള്ളത് ഈ YMCA ജംഗ്ഷനിലാട്ടോ. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് എൻ്റെ ബസ് ഇതാ നേരെ കാണുന്ന വഴി കൂടെ ആയിട്ട് പോയത്. അപ്പോൾ ഈ വഴി കൂടെ വരുന്ന സമയത്ത് നമ്മൾ ബസ് ഇറങ്ങിയിട്ട് റൈറ്റ് സൈഡിലേക്കായിട്ട് നടക്കേണ്ടത്. അപ്പോൾ ജെട്ടി ഇവിടെ അല്ല, ജെട്ടിയുടെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് വേറൊരു സ്ഥലത്താണ്. പക്ഷേ ഇവർ ഡ്രോപ്പ് ചെയ്തത് YMCA ജംഗ്ഷനിലാട്ടോ. അപ്പോൾ നമുക്ക് ഇനി എത്ര ദൂരം നടക്കാണ്ടെന്ന് അറിയില്ല. ഈ റൈറ്റിൽ കൂടെ സ്ട്രെയിറ്റ് ആണ് നടക്കാൻ പറ്റുള്ളത്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് പറയാം നമുക്ക് എത്ര ദൂരം ടോട്ടലി നമുക്ക് അങ്ങോട്ട് ആയി എന്നുള്ളത് ഞാൻ അവിടെ എത്തിയിട്ട് പറയാം കേട്ടോ. ഞാൻ നടക്കണ റോഡിൻ്റെ പാരലായിട്ട് കുറച്ച് പണി നടക്കുന്നുണ്ടോ റോഡിൽ. അപ്പോൾ അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഡെവലപ്മെൻറ്റിൻ്റെ പരിപാടി തന്നെയാണ്. ഓവർ ബ്രിഡ്ജിൻ്റെ ഒക്കെ തോന്നുന്നു കേട്ടോ. അവിടെ കനാലിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് സ്ഥലമൊക്കെ നികത്തിയിട്ട് പില്ലറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ബ്രിഡ്ജിൻ്റെ തന്നെ തോന്നുന്നു. ഇപ്പോൾ ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഒക്കെ നമുക്ക് കുറച്ച് ബാരിക്കേഡ്സ് ഒക്കെ ഇവിടെ കാണാം. അവിടെ ഫുള്ള് കാര്യമായിട്ട് പണി നടക്കുന്നുണ്ടോ. അപ്പോൾ എന്തോ നല്ലൊരു ഡെവലപ്മെൻറ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. ആ പഴയ ജെട്ടിയൊക്കെ അവർ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ പുതുക്കി പണിഞ്ഞ് ഇനിയിപ്പോൾ പഴയ പോലെ ആവുമായിരിക്കും. ശരിക്കും നമ്മുടെ ജെട്ടി എന്ന് പറയുന്നത് ഞാനിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നില്ലേ, ആ ഒരു ഏരിയ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് നമ്മുടെ ബോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ടെന്നാണ് കേട്ടത്. കഴിഞ്ഞ വട്ടം ഞാൻ വന്നപ്പോൾ മാതാ ബോട്ട് ജെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് തന്നെയാണ് ഞാനിപ്പോൾ പോകുന്നത്. വെറുതെ ഇല്ലാട്ടോ എന്നെ നേരത്തെ YMCA ജംഗ്ഷനിൽ കൊണ്ട് ചേട്ടൻ ഇറക്കി വിട്ടത്. കാരണം ഇവിടെ പാലം പണി നടക്കുന്നുണ്ട്. ഇവിടെയാണ് ശരിക്കും നമ്മുടെ ബസ് വരിക കേട്ടോ. ഈ ഒരു ജംഗ്ഷനിലാണ് വരേണ്ടത്, ജെട്ടി ജംഗ്ഷനിലാണ് വരേണ്ടത്. അതിൻ്റെ പകരം ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് വണ്ടി അങ്ങോട്ട് പോകാത്തൊരു സാഹചര്യം കൊണ്ടാണ് നമ്മൾ അവിടെ ഇറക്കി വിട്ടത്. അപ്പോൾ നമ്മളിത് പഴയ ജെട്ടിയുള്ള സ്ഥലത്തേക്കാട്ടോ നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ഇനിയും കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോകണമെന്നാണ് പറഞ്ഞത്. നമ്മൾ അന്നൊരു വീഡിയോ ചെയ്യാൻ വന്നിരുന്നു കൈനഗിരിയിലോട്ടുള്ള യാത്ര. അപ്പം അന്ന് നമ്മൾ കയറിയത് ആ ഒരു ജെട്ടിയിൽ നിന്നായിരുന്നു. നമ്മൾ നടന്ന് ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു 300 മീറ്റർ കൂടെ ഉള്ളൂ നമ്മുടെ മാതാ ബോട്ട് ജെട്ടി കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാതാ ബോട്ട് ജെട്ടിന്നാണ് ഇപ്പോൾ ബോട്ട് പോകുന്നത്, പഴയ ജെട്ടിന്നല്ല. അപ്പോൾ ഇത് കയറി പോകുന്നതാണ് KSRTC സ്റ്റാൻഡിലേക്ക് ഉള്ളിലുള്ള വഴി കേട്ടോ. അപ്പോൾ ഇത് പുറത്ത് തന്നെ ബസ്സുകൾ കിടക്കുന്നുണ്ട്. ആലുവ വെയിറ്റില്ല എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തേക്ക് പോകുന്ന കുറച്ച് ബസ്സുകൾ കിടക്കുന്നുണ്ട്. എറണാകുളത്തേക്ക് 2 ടൈപ്പ് ബസ്സുണ്ട് കേട്ടോ. വൈറ്റിലെ ബസ്സുണ്ട്, എറണാകുളം ബസ്സുണ്ട്. അപ്പോൾ എങ്ങനെയാണോ പോകേണ്ടതെന്നുള്ള ഒരു ബോർഡ് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പോവുക. വൈറ്റിലേക്ക് വേറെ ബസ്സാണ്, അതേപോലെ എറണാകുളം സൗത്തിലേക്ക് പോകുന്ന ബസ്സും വേറെയാണ്. നമ്മൾ ജെട്ടിയുടെ അടുത്ത് എത്തിയിട്ടോ. അത് KSRTC നടന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ മുമ്പിൽ കാണാൻ പറ്റിയ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് എടുത്തില്ല കേട്ടോ. ഏതാണ്ട് ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്തുള്ളൂ കേട്ടോ നമ്മുടെ YMCA ജംഗ്ഷൻ കേട്ടോ. നമ്മൾ ഈ മാതാ ബോട്ട് ജെട്ടിയുടെ ശരിക്കുള്ള ആ റോഡ് പണി നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു 500 മീറ്റർ മുന്നേ വന്ന് ഇറങ്ങുള്ളൂ കേട്ടോ. 500 മീറ്റർ തേച്ചുണ്ടാവില്ല. എന്നാലും ഞാനൊരു ഇതിൽ പറയാണ്. അപ്പോൾ നേരത്തെ ഇറങ്ങിയിടത്തുനിന്ന് 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ മാതാ ബോട്ട് ജെട്ടിയിലോട്ട്. 1 കിലോമീറ്ററിന് താഴെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വരിക. ഓട്ടോ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോ പിടിക്കാം. നടക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വലിയ ചൂടൊന്നുമില്ല ഈ സമയത്തൊന്നും വന്നു കഴിഞ്ഞാൽ. ഒരു 10 മിനിറ്റ് കൊണ്ട് നടന്നത്തോളം ദൂരം തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ജെട്ടി എത്തിയിരിക്കുക കേട്ടോ. ഇതാണ് മാതാ ബോട്ട് ജെട്ടി. അപ്പോൾ ഇവിടെ ഒരു ബോട്ട് കിടക്കുന്നുണ്ട്. മുമ്പിലൊരു ബോട്ട് ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഇങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല, നോക്കട്ടെ കേട്ടോ. ഇത് എങ്ങോട്ട് പോകണ ബോട്ടാണ്. ഇത് മംഗലശ്ശേരി പോകുന്ന ബോട്ടാട്ടോ. ആലപ്പുഴ മംഗലശ്ശേരി പുഞ്ചിരി അങ്ങോട്ട് പോകുന്ന ബോട്ടാണ്. അപ്പോൾ മുമ്പിലൊരു ബോട്ടും കൂടെ കിടക്കുന്നുണ്ട്. നമ്മുടെ ബോട്ടിൻ്റെ ടൈമിങ് എപ്പോഴാണ് നോക്കണം കേട്ടോ. ഒന്ന് ഈ കാണുന്ന ബിൽഡിംഗ് ആട്ടോ അവരുടെ ഓഫീസ് വരുന്നത്. സ്റ്റേറ്റ് വാട്ടർ അതോറിറ്റി, സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഓഫീസ് വരുന്നത് ഇതാണ് കേട്ടോ.
അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇത് കോട്ടയം ആലപ്പുഴ ബോട്ടിൻ്റെ ടൈമിങ്സ് കാണാം കേട്ടോ. രാവിലെ 6:45 കോട്ടയത്തിൽ നിന്ന് ഇങ്ങോട്ടും, അതേപോലെ തന്നെ 7:15 കേട്ടോ ഇവിടെ നിന്ന് കോട്ടയത്തേക്ക്. പിന്നെ 11:30, 9:30, 1 മണി, 11:30, 3:30, 2:30, 5:15, വൈകിട്ട് 5:15 അതുപോലെ തന്നെ. അപ്പോൾ ഒരാൾക്ക് വരുന്നത് 30 രൂപയാണ് കേട്ടോ. ഒരു 3 മണിക്കൂർ യാത്ര ചെയ്യാനായിട്ട് ഒരാൾക്ക് ഇവർ വാങ്ങുന്ന ചാർജ് 30 രൂപയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഓവറോൾ ഇവിടെ നിന്ന് പുറപ്പെടുന്ന എത്തിച്ചേരുന്ന ബോട്ടുകളുടെ സമയങ്ങളാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്തിട്ടൊന്ന് കാണാം. അപ്പോൾ നമ്മൾ പോകുന്ന നെടുമുടി ബോട്ട് 10 മണിക്കാണ് കേട്ടോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാണ് 10 മണിയുടെ ബോട്ടിന് കയറാനായിട്ട്. നമ്മുടെ കോട്ടയം ആലപ്പുഴ ബോട്ട് ഇവിടെ കിടക്കുക കേട്ടോ. ഇത് ഇവിടെ നിന്ന് ഇപ്പോൾ പുറപ്പെട്ട് പോകുന്ന ബോട്ടാണ്. അപ്പോൾ ഇതിനാണ് ഞാൻ പറഞ്ഞ കേട്ടോ ഒരാൾക്ക് 29 രൂപ ചാർജ് വരുന്നുള്ളത്. അങ്ങനെ ആ ബോട്ട് ഇവിടെ നിന്ന് എടുത്ത് പോയിരിക്കുക കേട്ടോ. മംഗലശ്ശേരി പോകുന്ന ബോട്ടാണ്. അത് ഇതേ പോയിരിക്കുകയാണ് നമ്മുടെ മാതാ ജെട്ടിയിൽ നിന്ന്. വേറൊരു ബോട്ട് അവിടെ റിവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ടിരിക്കുക കേട്ടോ. അതിപ്പോൾ ഒരു കുറച്ച് പാടുപെടുന്നുണ്ട് റിവേഴ്സ് എടുത്ത് വരാനായിട്ട്. അപ്പോൾ ഇപ്പോൾ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞാൽ നെടുമുടിക്കുള്ള ബോട്ട് 2 എണ്ണം തന്നെ ഉണ്ട്. ഒന്ന് 10 മണിക്ക്, ഒന്ന് 10:15. അപ്പോൾ ഞാൻ 10:15 കറങ്ങി പോകുന്ന നെടുമുടി ബോട്ടിനാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് നിരക്ക് എത്രയാണെന്ന് എനിക്കറിയില്ല. 10 മണിക്ക് പോകണ നെടുമുടി ബോട്ടിനാട്ടോ 16 രൂപ പറഞ്ഞത് ഇപ്പോൾ ചോദിച്ചപ്പോൾ. അപ്പോൾ ഞാൻ പോകുന്നതിന് എത്രയാണെന്നുള്ളത് ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ. അപ്പോൾ ആ നെടുമുടി ബോട്ട് ഇപ്പോൾ പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ട് കൊണ്ടുവരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ഇന്ത്യൻ ഓയിലിൻ്റെ സ്പേസാണ് കേട്ടോ ഒരു ഫ്യൂവൽ അടിക്കുന്നത്. ബോട്ടിന് ഫ്യൂവൽ അടിക്കുന്നത് ഈ സ്പേസിലാണ്. അപ്പോൾ ഇത് ഈ കാണുന്ന ബോട്ടാണ് കേട്ടോ 10 മണിക്ക് നെടുമുടി പോകുന്നത്. അപ്പോൾ ഇതൊരു 11:30 ആകുമ്പോൾ ചെല്ലുന്നാണ് പറഞ്ഞത്. നമ്മൾ പോകുന്ന 10:15 നെടുമുടി ബോട്ട് 12:15 ആവുന്നാണ് പറഞ്ഞു കേട്ടോ നെടുമുടി എത്തിച്ചെല്ലാൻ. അപ്പോൾ നമ്മൾ ഒന്ന് കറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ എന്തായാലും പോവാണ്. അപ്പോൾ കാഴ്ചകളൊന്നും ഇവിടെ കാണാമല്ലോ എന്നുള്ള രീതിക്കാട്ടോ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മളത് ആ ബോട്ടിൻ്റെ അകത്തേക്ക് അങ്ങനെ കയറുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഏതാണ്ടൊക്കെ ഒരു 10:15 എടുത്തിട്ട് 2 മണിക്കൂർ നമ്മൾ ഈ ബോട്ടിൻ്റെ അകത്ത് തന്നെ ഓട്ടോ യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആരും ഇല്ലാത്തൊരു വ്യൂ ആട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ആദ്യമായിട്ട് ഞാനാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കയറി ഞാൻ ബാക്കിലിരിക്കാമെന്ന് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു പ്രൈവസിയിൽ യാത്ര ചെയ്യാൻ പറ്റും. ഒരു വിൻഡോ സൈഡൊക്കെ ഞാൻ പിടിച്ചിരിക്കാൻ പോവാണ്. അപ്പോൾ എല്ലായിടത്തും കാഴ്ചകളുണ്ടാകുന്നതാണ് ആ ചേട്ടൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ. നമ്മൾ കയറിയ ബോട്ട് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സീറ്റ് നിങ്ങൾക്കറിയാം ഇപ്പോൾ മൊത്തം കാലം കേട്ടോ. ഒരു ശനി ഞായറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ജാം പാക്ട് തിരക്കാം കേട്ടോ ഈ ബോട്ടിൽ. കാരണം ഇവിടെ കുറേ സ്ഥലത്തേക്കൊക്കെ പോകാൻ ആൾക്കാർ ബസ്സിനെക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നത് ബോട്ട് സർവീസാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു ചേട്ടൻ്റെ ഒരു ചെറിയ വഞ്ചിയിൽ വരുന്ന കാണാം നമുക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഈ പ്രൈവറ്റ് ആയിട്ട് ബോട്ട് പിടിച്ച് പോകുന്നവർക്ക് വേണ്ടിയിട്ട് പോകുന്ന ബോട്ടാട്ടോ ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്ത് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഫുള്ളൊരു ബോട്ടിൻ്റെ ഹബ്ബാന്ന് പറയാം. അപ്പോൾ നമ്മുടെ മുന്നേ നെടുമുടിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ബോട്ടാട്ടോ ഇതാ നിൽക്കുന്നത്. ആ ബോട്ട് പതുക്കെ ഒരു മുളവടി കൊണ്ട് കുത്തി ആ വഞ്ചിയൊക്കെ നമ്മൾ തുഴയില്ലേ അതുപോലെ കുത്തിയിട്ടാട്ടോ അത് ബാക്കിലേക്ക് പോപ്പിക്കണത്. അപ്പോൾ അതിപ്പോഴത്തേക്ക് ഓണാക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് ആ ചേട്ടൻ അങ്ങോട്ട് ചാടി അതിൻ്റെ സൈഡിൽ കൂടെ കയറി മേലെ കൂടെ മുളവടി എടുത്തിട്ടാണ് അത് കുത്തി ബാക്കിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയി അങ്ങോട്ട് ആക്കിയിരിക്കുന്നത്. അത് അങ്ങനെ നമ്മുടെ ബോട്ട് ഒരു 3 മിനിറ്റ് വൈകി ഒരു 10:18 നമ്മൾ മാതാ ജെട്ടീൻ്റെ എടുത്തിരിക്കുക കേട്ടോ. നമ്മളിത് ഇവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് വേറെ ബോട്ടുകൾ എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിൽ മൊത്തം നമ്മുടെ കൂടെ തന്നെ 5 പേര് ബോട്ട് നിയന്ത്രിക്കാനായിട്ട് യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ബോട്ടിനെ നിയന്ത്രിക്കുന്ന മെയിൻ ആളാണ് സ്രാങ്ക് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഈ ഇരിക്കുന്നതാണ് ഡ്രൈവർ. ഇവിടെ നിന്നുള്ളൊരു സപ്പോർട്ട് കൊടുക്കുന്നതാണ് ഡ്രൈവർ. പിന്നെ ടിക്കറ്റ് നമുക്ക് തീർത്തരുന്ന ആളെന്ന് പറയുന്നത് മാസ്റ്റർ എന്നാട്ടോ. പിന്നെ ഈ ബോട്ട് ഓരോ ജെട്ടിയിലേക്ക് എത്തുമ്പോൾ അതിനടുപ്പിക്കുന്ന ആൾക്കാരാണ് ലാസ്റ്റർ എന്ന് പറയുന്നത്. അങ്ങനെ മൊത്തം 5 പേര് നമ്മുടെ കൂടെ ഈ ബോട്ട് യാത്രയിൽ നെടുമുടി വരെ ഉണ്ടാവും കേട്ടോ. നമ്മൾ പോകുന്നത് നെടുമുടിയിലേക്കാണ്. നമ്മളിവിടെ നിന്ന് തുടങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം ബോട്ടുകളൊക്കെ ഇങ്ങനെ സൈഡിലിട്ടിരിക്കുന്നതാണ് കേട്ടോ. നമ്മളതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് പോവാണ്. അവിടെ നിന്ന് ഒരു ചെറിയൊരു ബോട്ട് വരുന്നുണ്ട്. നമുക്കൊരു ചെറിയൊരു കുഞ്ഞു ബോട്ട് നമുക്ക് അവിടെ നിന്നൊരു ക്യാപ്ചറിനായിട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോൾ നേരെ ചെന്ന് ഹൗസ് ബോട്ടൊക്കെ ഇട്ടിരിക്കുന്ന ഡെക്കിൻ്റെ അവിടേക്കാട്ടോ നമ്മൾ കയറുക. ബാക്കിൽ നിന്നുള്ളൊരു കുഞ്ഞു വ്യൂ ആട്ടോ അത്.
അപ്പോൾ ആ കുഞ്ഞു വ്യൂവിൽ നമുക്ക് അത്യാവശ്യം നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്നത്. നമ്മുടെ ബോട്ടിൽ പോകുമ്പോൾ ബാക്കിൽ ആ മോട്ടറിൻ്റെ അടിക്കുന്ന ആ ഒരു ഓളം കണ്ടില്ലേ, അതിങ്ങനെ കണ്ട് നമ്മൾ പതുക്കെ നമ്മുടെ മാതാ ബോട്ടിൽ നെടുമുടി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് എനിക്കായ ചിലവെന്ന് പറയുന്നത് 19 രൂപ കേട്ടോ. ആലപ്പുഴ ടു NDY, ആലപ്പുഴ ടു നെടുമുടി വരെ എനിക്കായത് 19 രൂപയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുറഞ്ഞ നിരക്കിൽ ഇതേപോലെ ഗവൺമെൻറ് സർവീസിൻ്റെ ഒരു ബോട്ട് എന്ന് പറയുന്നത് വലിയൊരു സംഭവം കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത വഴിക്ക് തന്നെ നമുക്കൊരു ജെട്ടിയിലേക്ക് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ആരും കയറാനില്ല, പക്ഷെ നമ്മളൊന്ന് സൈഡാക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മര്യാദയ്ക്ക് എടുത്തിട്ട് തിരിച്ചങ്ങോട്ട് കയറ്റാനുള്ളതാണ്. ഒരാൾ കയറിയിട്ടുണ്ട് കേട്ടോ. ഈ ജെട്ടിയിൽ 2 പേര് കയറാണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റർ എന്ന് പറഞ്ഞ ആൾക്കാരാട്ടോ നമുക്ക് ബോട്ട് മെയിനായിട്ട് കരയ്ക്ക് അടുപ്പിക്കണത്. ഈ ജെട്ടിയിലേക്ക് അടുപ്പിച്ചിട്ട് അവരാണ് ജെട്ടിനോട് ചേർത്ത് ഇത് കെട്ടുക. അപ്പം നമ്മളങ്ങനെ ആ ഫസ്റ്റ് ജെട്ടിയിൽ നിന്ന് നമ്മുടെ യാത്ര മുന്നോട്ട് തുടങ്ങുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഏതാണ്ട് 2.25 മണിക്കൂർ എടുക്കും കേട്ടോ നെടുമുടി എത്താനായിട്ട്. നമ്മുടെ മുന്നേ പോയ ബോട്ട് അത്ര എടുക്കില്ല, ഒരു അരമണിക്കൂർ കുറവായിട്ട് എത്തും. അത് ചുറ്റി പോകുന്നല്ല, നമ്മൾ ചുറ്റിയാണ് പോകുന്നത്. ആ 10 മണിയുടെ ബോട്ട് എന്ന് പറയുന്നത് നേരെ ഈ കാണുന്ന ലെഫ്റ്റ് ഇല്ലേ, ആ ലെഫ്റ്റ് എടുത്ത് കൈനഗിരി റൂട്ട് പിടിച്ചാട്ടോ പോവാ. അപ്പൊ അത് നമുക്കൊരു അരമണിക്കൂർ വ്യത്യാസമുണ്ട്. നമ്മൾ കുറച്ച് ചുറ്റി തിരിഞ്ഞാണ് പോകാൻ പോകുന്നത്. നമ്മൾ ചിലപ്പോൾ കൈനഗിരി റൂട്ട് ആവുമെന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ. ഇവിടുത്തെ വീടുകളൊക്കെ ഒരു താഴ്ന്ന പ്രദേശം പോലെ തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഓരോരോ വഞ്ചികൾ ഉണ്ടാവും, അവർക്ക് പോയി സാധനങ്ങൾ മേടിക്കാനായിട്ടും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ടും. അപ്പോൾ നമുക്ക് ആ വീടുകൾ കണ്ടാൽ തന്നെ അറിയാം, ഭയങ്കര അടുത്തായിട്ടാണ് കായലിലെ വീടുകളുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു കണ്ടൽക്കാട് എന്ന് പറയാൻ പറ്റില്ല, ഏതാണ്ടൊക്കെ അതുപോലുള്ള രൂപം കൊണ്ടിട്ടുണ്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെയാണ് നമ്മുടെ ബോട്ട് പോവുക. അതിൻ്റെ അപ്പുറത്തും ഓരോ വീട്ടുകാർക്കും ഇവിടെ ഹൗസ് ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഒതുക്കിയിട്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. നമ്മളിത് ഒരു ജെട്ടിയിലേക്ക് അടുത്തോണ്ടിരിക്കുക കേട്ടോ. സീറോ ബോട്ട് ജെട്ടി, നമ്മൾ ആ ജെട്ടിയിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ നമ്മൾ സീറോ ബോട്ട് ജെട്ടിനെ എടുത്തിരിക്കുക കേട്ടോ. ഈ ലാസ്റ്റർ ചേട്ടന്മാരാണ് മൊത്തം നമുക്ക് ഈ ബോട്ട് അടുപ്പിക്കാനും കെട്ടാനൊക്കെ ആയിട്ടുള്ള മൊത്തം സൗകര്യങ്ങളാണ് ലാസ്റ്റർ ചേട്ടന്മാരാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അവിടെ സ്പീഡ് ബോട്ടുകൾ കാണാം. നമുക്ക് അടുത്തടുത്തടുത്തടുത്തന്നെ ജെട്ടികളാട്ടോ. ഒരു ജെട്ടിയിൽ നമ്മൾ നേരെ ക്രോസ് ചെയ്ത് നമ്മൾ ഇപ്പുറത്തോട്ട് വരും. ഇവിടെ ചെറിയൊരു ഷെഡ് പോലൊക്കെ കെട്ടിയിട്ടിട്ട് ഒരു ബംഗാളി ചേട്ടൻ റെസ്റ്റ് എടുക്കണം കാണാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റർ ചേട്ടന്മാർ ഇപ്പം ഇറങ്ങി ഞാൻ ബോട്ട് കിട്ടുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് വിളികുമാരം ബോട്ട് ജെട്ടി എന്ന് പറഞ്ഞൊരു ബോട്ട് ജെട്ടിയിലാട്ടോ നമ്മൾ എത്തിയിരിക്കുന്നത്. ചേട്ടന്മാരിറങ്ങി അവർ ഈ കയറും പിടിച്ച് അവിടെ അടുപ്പിക്കും കേട്ടോ. ആൾക്കാർ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവർ കയറുക, നേരെ ബോട്ട് എടുക്കുക. നമ്മളിത് ബോട്ട് എടുത്തിരിക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ അകത്തി കൂടെ ആട്ടോ പോകുന്നത്. ഇപ്പം എല്ലാ ജെട്ടിയുടെ അവിടെ തന്നെ ഇങ്ങനെ ഒരു യെല്ലോ റെഡ് കളറിൽ നമുക്കൊരു ബോട്ട് ജെട്ടിയുടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇളകുമാരം എന്ന് പറഞ്ഞിട്ടുള്ള ബോട്ട് ജെട്ടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇവിടെ ഒരു ആയുർവേദ ആരോഗ്യ ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറി ആട്ടോ. ഇത് എന്താ പറയുക, നമ്മുടെ അവിടുത്തെ ഒരു ചെറിയ ക്ലിനിക്കൊക്കെ പറയില്ല, അതുപോലെ ഇവിടുത്തെ ഈ കുട്ടനാട്ടിലെ ആൾക്കാർക്ക് ഒരു ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറി പോലത്തെ ഒരു ബോട്ടിൽ സെറ്റപ്പ് ചെയ്തിട്ട് ഇവിടെ വിട്ടിട്ടുണ്ടോ. ഇത് ഞാൻ നേരത്തെ മാതാ ബോട്ടിൽ നോക്കുമ്പോൾ ഇങ്ങോട്ട് വരണം കണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇത് ഇവിടെയാണ് നിർത്തിയിട്ടേക്കണത്. ഇപ്പോഴും എന്തെങ്കിലും ആവശ്യത്തിന് കൊണ്ടിട്ടതാവും ഇവിടെ. അപ്പം നമ്മളിത് പതുക്കെ അടുത്തൊരു ബോട്ട് ജെട്ടിയിലോട്ട് എടുത്തോണ്ടിരിക്കുക കേട്ടോ. നമ്മളിപ്പോൾ ആ മെയിൻ ലൈനിൽ നിന്ന് വന്ന് റൈറ്റ് എടുത്താട്ടോ നമ്മൾ പോകുന്നത്. സ്വതവേ ഈ ദിവസങ്ങളിലൊക്കെ തിരക്ക് കുറവാട്ടോ. ഈ തിങ്കൾ തുടങ്ങി ഒരു വ്യാഴത്തിനുള്ളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം തിരക്കില്ലാണ്ട് ഈ ബോട്ടിൽ യാത്ര ചെയ്യാം. വെള്ളി ശനി ഞായറൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് ആൾക്കാർ കൂടുതൽ വന്നു കേട്ടോ. വീക്കെൻഡ് അടുക്കല്ലേ, അപ്പോൾ ആൾക്കാർ ബോട്ടിൽ യാത്ര തന്നെ കുറച്ച് പുറത്തുനിന്ന് വരുന്നവരുണ്ടാവും. ഇവിടുത്തെ നാട്ടുകാരനെ ലീവുള്ള ദിവസങ്ങളിലൊക്കെ നല്ലോണം ഈ ബോട്ട് യൂട്ടിലൈസ് ചെയ്യും കേട്ടോ. അങ്ങനെ നല്ല അത്യാവശ്യം തിരക്കുണ്ടാവും. പിന്നെ നമ്മളിപ്പോൾ ഈ പോണ 10 നെടുമുടി ബോട്ട് കുറച്ച് കറങ്ങി പോകുന്നതുകൊണ്ട് കുറച്ച് ആൾക്കാർ കുറവാട്ടോ കയറിയിട്ടത്. 10 മണിക്ക് പോയ ബോട്ട് അത്യാവശ്യം ആൾക്കാർ കയറിയിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡ്രൈവർ ചേട്ടനോട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചോദിച്ചൊരു കാര്യമാണ് ഈ ഇന്നലത്തിൻ്റെ പരിപാടി. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് 1 മണിക്കൂർ നമുക്ക് ഈ ബോട്ട് ഓടാനായിട്ട് 10 ലിറ്റർ ഡീസലാണ് ഇവർക്ക് ആവശ്യം വരിക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബോട്ട് ഏതാണ്ടൊക്കെ 2.25 മണിക്കൂർ വൺ സൈഡ് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു 20-22 ലിറ്റർ ഡീസലെടുത്ത് നമുക്ക് വൺ സൈഡ് തന്നെ
ഇവർക്ക് ആവശ്യം വേണ്ടി വരുന്നുണ്ട്. കാരണം ഇത്രയും വലിയൊരു ബോട്ട് ഇത്രയും ഹെവി ലോഡ് വലിക്കണമെങ്കിൽ തന്നെ നമുക്ക് ആലോചിക്കാനുള്ളതല്ലേ ഉള്ളൂ എത്ര എണ്ണം വേണമെന്ന്. പിന്നെ വെള്ളത്തിലും കൂടെയാണ് പോകുന്നത്, അത്രയും സ്ട്രെങ്ത് യൂസ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പുഷ് ചെയ്ത് പോകാൻ. ആ സൈഡിലേക്കാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ, നല്ല താഴ്ന്ന നിരപ്പായിട്ടുള്ള സ്ഥലമാണ്. അവിടെ പോലും ആൾക്കാർ, അവിടെ നമുക്കൊരു ഫിഷ് മാർട്ട് കാണാനുണ്ട്. പിന്നെ ആ വീടൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവര് ഹൈറ്റിൽ കെട്ടണത് വെള്ളം കയറിയാൽ പോലും വീടുകൾക്ക് ബാധിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പുതിയ കെട്ടണ വീടുകളൊക്കെ അവർ മറ്റേ ഒരു നില കയറി കെട്ടണത്, താഴെ കുറേ സ്ഥലം കളഞ്ഞിട്ട് മേലോട്ട് കെട്ടാനുള്ള കാരണം തന്നെ ഇവിടുത്തെ വെള്ളം മഴക്കാലമായി കഴിഞ്ഞാൽ കയറും. അപ്പം അതിനനുസരിച്ചൊരു പ്രിക്കോഷന് വേണ്ടിയിട്ടാണ് അവരെങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഇവിടുത്തെ വീടുകൾ പുതിയ കെട്ടണ വീടുകൾ കേട്ടോ, പഴയ വീടുകളൊക്കെ അവർ താഴ്ത്തിൻ്റെയാണ് കെട്ടിയിട്ടത്, പക്ഷെ അവരെന്തെങ്കിലും അവിടെ സേഫ്റ്റി കണ്ടിട്ടുണ്ടാവും അതിനനുസരിച്ച്. അപ്പം നമ്മൾ പോയി ചെന്ന് കയറാൻ പോകുന്നത് വേമ്പനാട് കായലാട്ടോ. അപ്പം നമ്മൾ വേമ്പനാട് കായൽ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. അവിടെ ഒരു ഹൗസ് ബോട്ട് പോകണം കാണാം. ഇവരൊക്കെ കുറച്ച് കഴിഞ്ഞ് അവിടെ പോയിട്ടൊന്ന് റെസ്റ്റ് ചെയ്യും കേട്ടോ. ഇവിടെ കുറച്ച് നേരം അവർക്കൊന്ന് കായൽ നടുക്ക് നിർത്തിയിട്ട് കുറച്ച് നേരം ഇവർക്ക് റെസ്റ്റിംഗ് പരിപാടി ഉണ്ട്. അത് ആ വരുന്ന കസ്റ്റമേഴ്സിന് അങ്ങനെയാണ് അവർ ആ ബോട്ടിന് നടുക്ക് നിർത്തിയിട്ട് അങ്ങനത്തെ ഒരു പരിപാടി അവർക്ക് ഉണ്ട്. നമ്മൾ നേരെ ആ ഭംഗിയായിട്ടുള്ള വേമ്പനാട് കായൽ ആ ദൂരെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. എന്ത് വീതിയാണെന്നറിയോ കായലിന്, അത്ര വീതിയിൽ നീണ്ടു കിടക്കുന്ന വേമ്പനാട് കായലിലാട്ടോ നമ്മളിപ്പോൾ ചെന്ന് കയറുന്നത്. നമ്മൾ വേമ്പനാട് കായലിൽ കയറി ചെറുതായിട്ടൊരു യൂട്ടേൺ ഇട്ട് നമ്മൾ റൈറ്റ് എടുത്ത് പോവാട്ടോ, നെടുമുടി ലക്ഷ്യമാക്കി. അടുത്ത ജെട്ടിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അടുപ്പിച്ച് കുറച്ച് സ്റ്റോപ്പ് ഉണ്ട്. നമുക്ക് ഈ ബോട്ടിൽ തന്നെ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ബോട്ടുകളുണ്ട് കേട്ടോ, സ്പീഡ് കാറ്റഗറി വൈസ് ഉണ്ട്. അതിന് നമുക്ക് റേറ്റ് കൂടും. ഇത് എനിക്ക് തോന്നുന്നു എല്ലായിടത്തും നിന്ന് പോകുന്നൊരു ബോട്ടായതുകൊണ്ടാണ് റേറ്റ് കുറവ് വന്നിട്ട് കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് ജെട്ടികൾ കുറവായിട്ട് നിർത്തുന്ന ബോട്ടുകളുണ്ട്. നമ്മൾ കൈനഗിരി ഏതാണ്ടൊക്കെ എത്താറായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വട്ടം ഞാൻ വീഡിയോ എടുക്കാൻ വന്ന സ്ഥലമാണ് കൈനഗിരി. മറ്റേ സീ കുട്ടനാടെന്ന് പറഞ്ഞ ബോട്ടിൽ കയറി അപ്പർ ഡെക്കിൽ വന്ന് കൈനഗിരി വീഡിയോ എടുത്ത് പോയിണ്ടായി. അപ്പോൾ നമ്മൾ എത്തിയിട്ടില്ല, നമ്മൾ ഏതാണ്ടൊക്കെ എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്ന് 2 സ്റ്റോപ്പും കൂടെ കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റോപ്പ് കൈനഗിരിയാണ്. ഈ കൈനഗിരിക്ക് തന്നെ 2 ബോട്ടുകളുണ്ട് കേട്ടോ തിരിച്ചു പോകാനുണ്ട്. കൈനഗിരിയിൽ നിന്ന് തിരിച്ച് മറ്റേ ചുറ്റി പോണ ബോട്ടുണ്ടോ, അകത്തിൽ കൂടെ പോണ ബോട്ടുണ്ട്. അപ്പോൾ അകത്തിൽ കൂടെ പോണ ബോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നേരെ കാണുന്ന ബ്രിഡ്ജില്ലേ, ആ കൈനഗിരി ജെട്ടിന്ന് വന്ന് നേരെ ഈ റൈറ്റ് എടുത്തതിന്റെ അകത്തിൽ കൂടെ ചുറ്റി തിരിഞ്ഞാട്ടോ ബോട്ട് ആലപ്പുഴ പോവാ. കൈനഗിരിയിൽ നിന്ന് അകംഭാഗം കൂടെ പോണ ബോട്ട് അങ്ങനെ പറയണം. അകംഭാഗത്തിൽ കൂടെ പോണ ബോട്ട് എന്ന് പറഞ്ഞാൽ ചുറ്റി പോകുള്ളൂ, അല്ലെങ്കിൽ നേരെ വേമ്പനാട് കായൽ വഴി പോകുന്ന ബോട്ടിൽ കൂടെ നിങ്ങൾ കയറാം. അങ്ങനെ നമ്മൾ കൈനഗിരി എത്താറായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്കൂളിന്റെ ജെട്ടി കൂടെ കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കൈനഗിരി മെയിൻ ബോട്ട് ജെട്ടി കേട്ടോ. ഇതാണ് സെന്റ് മേരീസ് ഹൈസ്കൂൾ കൈനഗിരി. 1916 അത്യാവശ്യം ഒരു പഴക്കമുള്ള സ്കൂളാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്കൂൾ കാണാനായിട്ട്. ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ അവിടെ നിന്ന് ഈ സ്കൂൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളത് അങ്ങനെ സെന്റ് മേരീസ് സ്കൂൾ കൈനഗിരിയുടെ ജെട്ടിയാട്ടോ നമ്മൾ എത്തണത്. ഈ സ്കൂളിലെ ജെട്ടിയാണ്. അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൈനഗിരി മെയിൻ ജെട്ടി എത്തും. ഇതാണ് നമ്മുടെ കൈനഗിരി ജെട്ടി. അപ്പോൾ അത്യാവശ്യം ആൾക്കാർ കയറാണ്ട് ഇവിടെ നിന്ന് നല്ല തിരക്കുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നെടുമുടി പോകാനായിട്ട്. ഇവിടെ നിന്നുള്ള റൂട്ടാണ് എനിക്ക് ഇനി കവർ ചെയ്യേണ്ടത് കേട്ടോ. കഴിഞ്ഞ വട്ടം വരെ ഞാൻ സീ കുട്ടനാടിന് ഇവിടെ വന്ന് വീഡിയോ എടുത്തിട്ടുള്ളതാണ്. ഈ ബോട്ട് വന്ന് ഇവിടെ ഇറങ്ങി ഇവിടെ നിന്ന് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഫുഡൊക്കെ അടിച്ചിട്ടാണ് ഞാൻ തിരിച്ചു പോയത്. അത്യാവശ്യം ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ കൈനഗിരിയിൽ നിന്ന് എടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഒരു ചെറിയ അവിടെ നിന്നാണ് ഞാൻ ഫുഡ് അടിച്ചത് ഹോട്ടലിൽ നിന്ന്. നമുക്കിതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു മെയിൻ റോഡൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് അങ്ങനെ അറ്റത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ജംഗ്ഷൻ പോലെയാണ്. അപ്പോൾ അവിടെ നിന്ന് തിരിഞ്ഞാലും നമുക്ക് ചെറിയൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്നൊരു ദിവസം പോയപ്പോൾ ഒരു പാടത്തിൻ്റെ ഇടയിൽ ഒരു ഹോട്ടലിൽ നിന്നാണ് ഫുഡ് അടിച്ചത്. നമ്മൾ ആ ജെട്ടിയിൽ നിന്ന് എടുത്തിട്ട് തൊട്ടപ്പുറത്തെ ജെട്ടിയിലേക്ക് നമ്മൾ സിക്സാഗ് ചെയ്ത് പൊക്കോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആ കൈനഗിരി നമ്മളങ്ങനെ ക്രോസ് ചെയ്ത് നമ്മൾ നെടുമുടി ലക്ഷ്യമാക്കി പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു തിരുത്തുണ്ട് കേട്ടോ. ഈ ബോട്ട് കൈനഗിരി വന്നിട്ടേ പോകുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കൈനഗിരി ചിലപ്പോൾ വരുന്നുണ്ടാവില്ല എന്ന്. പക്ഷെ കൈനഗിരി വന്നിട്ട് തന്നെ കേട്ടോ പോണത്. നമ്മൾ കൈനഗിരി വന്നത് ചുറ്റിയിട്ടാണ്. നമ്മൾ മറ്റേ നേരത്തെ കയറിയ ബോട്ടായിരുന്നെങ്കിൽ
ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹൗസ് ബോട്ട്സിൻ്റെ ഡെക്കിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്താൽ പോയിട്ടുണ്ടാവും. നമ്മളങ്ങനെ ഒരു സ്ട്രെയിറ്റ് കയറി ചുറ്റി തിരിഞ്ഞ് കൈനഗിരി വന്ന് അവിടെ നിന്ന് നമ്മൾ ചുറ്റിയിട്ടാണ് നെടുമുടിക്ക് പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ കൈനഗിരിയിൽ നിന്ന് വിട്ടിട്ടേ ഉള്ളൂ. ഇനി നമുക്കൊരു ഏതാണ്ടൊക്കെ ഒരു 3/4 മണിക്കൂർ കൊണ്ടുണ്ട് നെടുമുടി എത്താനായിട്ട്. ഈ വഴിയായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്തത്. അപ്പോൾ നമ്മളത് ആ ചെറിയ വഴിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഞാൻ ഈ വഴി ആക്ച്വലി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരണ്ടേ. അപ്പോൾ ഇനി നമ്മൾ കാണുന്തോറും 2 സൈഡും ഇങ്ങനത്തെ ഭംഗിയുള്ള കാഴ്ചകളാട്ടോ. ചെറിയ ഒരു എന്താ പറയുക, കായലിൽ നിന്ന് ഒരു സ്പ്ലിറ്റപ്പ് പോലെ ഒരു കനാല് പോയി, ആ കനാലിൽ കൂടെയാണ് നമ്മൾ ഇനി നെടുമുടി പോയി മെയിൻ കായലിലോട്ട് കയറി നെടുമുടി പോവാം. ഇപ്പം നമ്മൾ ഈ പോകുന്നത് കേട്ടോ, ഈ പുല്ലിപ്പുള്ളി ആട്ടിൻകുട്ടിയില്ലേ, ആ ഒരു വീടാട്ടോ നമ്മളെ കാണുന്നത്. ആ ഒരു ഷൂട്ടിങ്ങുള്ള ഭാഗത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. ആ ഷൂട്ട് ചെയ്ത വീടാണ് നിങ്ങൾക്ക് അവിടെ കാണാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ആ ഭാഗത്തിൽ കൂടെ കടന്ന് അപ്പുറത്തോട്ട് പോവാട്ടോ. ഇപ്പൊ നമ്മൾ ഈ ചെന്ന് കയറാൻ പോകുന്നത് ഇപ്പൊ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലേക്കാട്ടോ. പക്കയായിട്ട് ആ ദിലീപിന്റെ പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലേക്കാണ്. കാരണം ഇവിടെയൊക്കെ ഞങ്ങൾക്ക് ഒരു വട്ടം വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് എനിക്ക് ഈസി ആയിട്ട് ഈ സ്ഥലങ്ങളൊന്നും കണ്ടാൽ മനസ്സിലാവുന്നത്. ഇവിടെയൊക്കെ കുറെ അകത്തേക്കുള്ള വഴികൾ കണ്ടില്ലേ. ഇവിടെയൊക്കെ ഞാൻ കഴിഞ്ഞ വട്ടം വന്നായിരുന്നു കേട്ടോ. ഈ ചിക്കാർ വെള്ളം എടുത്തപ്പോൾ ഇവർ ഈ വീടിനൊക്കെ ചുറ്റി തിരിഞ്ഞ് ആ ചെറിയ വഴി കൂടെ ഒക്കെയാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അത് ശരിക്കും നല്ലൊരു ഓപ്ഷൻ ആട്ടോ. നിങ്ങൾ ഈ ബോട്ടിങ്ങിന് വരികയാണെങ്കിൽ ചിക്കാർ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നിങ്ങൾക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് തരും കേട്ടോ. ഇവിടെയൊക്കെ കൊണ്ടിങ്ങനെ കുറച്ച് നേരമൊക്കെ നിർത്തി തന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. ഈ അകത്തേക്ക് കൂടെ വരുന്ന വഴിയൊക്കെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആ സമയത്ത് അതിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഈ വഴിയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ വന്ന വഴിയാണ് വീണ്ടും വീണ്ടും പറഞ്ഞത്. അത്രയും അന്ന് ആ ചെറിയ വെള്ളത്തിൽ വന്നപ്പോൾ അത്ര രസമായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു ബോട്ട് ഞാൻ എടുത്ത് നന്നായിട്ടോ. ഞാൻ എന്താ പറയുക, 10 മണിയുടെ ബോട്ട് എടുത്ത് പോയിരുന്നെങ്കിൽ ഞാൻ ഡയറക്റ്റ് കുട്ടനാട് നെടുമുടി പോയേനെ. ഈ ഭംഗിയൊന്നും ആസ്വദിക്കാണ്ട് ചുറ്റിത്തിരിഞ്ഞ് പോകാമെന്ന് വെച്ച് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പുതിയ റൂട്ടിൻ്റെ കാഴ്ചകൾ എത്തിച്ചേരാമെന്ന് വെച്ചിട്ടാണ്. ഇവിടെ ഒരു കുട്ടിക്ക് മെഡലൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലക്സൊക്കെ ജെട്ടി തൂക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജെട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അകത്തിൽ കൂടെ വരുന്ന ഈ ചെറിയ ചെറിയ വഴികളുള്ളിലൊക്കെ നല്ല നല്ല വീടുകളുണ്ട് കേട്ടോ, റിസോർട്ടുകളുണ്ട്. അപ്പോൾ ഈ നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്ന് ഈ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ കാണില്ലേ, അതൊരു റിസോർട്ടാട്ടോ, ഒരു കൈൻഡ് ഓഫ് റിസോർട്ടാണ്. നമ്മൾ അതൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട് കേട്ടോ. ഇവർ തന്നെ ആൾക്കാർ വന്ന് നമ്മളെ മറ്റേ ആ ഹൗസ് ബോട്ടിൻ്റെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് തിരിച്ച് നമ്മളെ ഡ്രോപ്പ് ചെയ്യും. അങ്ങനത്തെ ഫെസിലിറ്റി ആട്ടോ ഈ ഇവിടെയൊക്കെ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. ഈ കാണുന്ന ഇതുപോലത്തെ നമ്മൾ ഈ ഹോം സ്റ്റേസ് അല്ലെങ്കിൽ റിസോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് അവിടെ നിങ്ങൾക്ക് അതേ സിമിലർ ആയിട്ടുള്ളത് കാണാം കേട്ടോ. അതും ഇതേപോലത്തെ ഫെസിലിറ്റികൾ തന്നെയാണ്. നമ്മൾ ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ റൂട്ട് പിടിക്കാൻ വേണ്ടി തന്നെയാട്ടോ ഞാൻ ഈ ബോട്ട് എടുത്തത്. നമ്മൾ അവിടെ നിന്ന് ഏതാണ്ടൊക്കെ നെടുമുടി എത്താറാകുമ്പോൾ നമുക്കൊരു വ്യത്യസ്തമായ കാഴ്ച കാണാം കേട്ടോ. ഫുൾ നെൽകൃഷികൾ എല്ലാം കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് ഫുൾ ഇതായിട്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളതിൻ്റെ അടുത്ത് കൂടെയാണ് ഇനിയിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മിൽമ എന്നാണ് ഈ ബോട്ട് ജെട്ടിയുടെ പേര് കേട്ടോ. മിൽമ ജെട്ടിയുടെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. മിൽമ ജെട്ടിയിൽ ഇറങ്ങാൻ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ അടുത്ത് നിർത്തിയിരിക്കുകയാണ്. നമുക്കൊരു പ്രോപ്പർട്ടി പോലെയാട്ടോ കാണുന്നത്. പ്രോപ്പർട്ടി തന്നെയാണത്. അവരുടെ തന്നെ ഒരു 3-4 വീടും ഒരു ഹോട്ടലും പിന്നെ അവരുടെ തന്നെ ഒരു ഹൗസ് ബോട്ടാട്ടോ. സെൻറ്റ് ഫ്രാൻസിസ് എന്നാണ് ഹൗസ് ബോട്ടിൽ കാണുന്നത്. പാംഡേൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കാണാനായിട്ട്. അവർ തന്നെ ഒരു നീണ്ടു നിവർന്ന് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ്. അവർക്ക് തന്നെ സ്വന്തമായിട്ട് ഹൗസ് ബോട്ടും സർവീസും ഉണ്ട്. ഇങ്ങനത്തെ ഇതായിട്ട് ഞാൻ പറഞ്ഞത് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ടാവും നമുക്ക് ഇവരുടെയൊക്കെ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ. പക്ഷെ ഞാനിതൊന്നും അല്ല കേട്ടോ. ഞാൻ നമ്മുടെ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു ബോട്ടിൽ തന്നെ വന്ന് ഈ ഒരു കാഴ്ചകളൊക്കെ കാണണമെന്നുള്ള ഒരു കുറഞ്ഞ നിരക്കിൽ എങ്ങനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇറങ്ങിയത് കേട്ടോ. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്ക് കുറേ ആയിട്ട് കാണാം. അക്വാ പാലസ്, അതിൻ്റെ അടുത്തൊരു പ്രോപ്പർട്ടി, അതിൻ്റെ അടുത്ത് നല്ല അടിപൊളിയായിട്ട് ലോണൊക്കെ ഉള്ളൊരു ഫ്രണ്ടേജ് ഒക്കെ ഉള്ളൊരു പ്രോപ്പർട്ടി. ഇങ്ങനെയും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പോകുന്ന ഈ രീതിക്ക് ഈ ബോട്ടിലും വന്ന് 1 ഡേ എക്സ്പ്ലോർ ചെയ്ത് പോകാം. അങ്ങനെ നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിൽ ആലപ്പുഴ വരാം. അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ നെടുമുടി ജെട്ടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിവിടെ ഇറങ്ങാണ്. അപ്പോൾ പതുക്കെ നമ്മുടെ ബോട്ടിൽ നെടുമുടി ജെട്ടിയിലേക്ക് അടുക്കുകയാണ്. ഒരു 12:20 ആകുമ്പോഴേക്കും അവർ 12:15 പറഞ്ഞു കേട്ടോ. നമ്മളൊരു 12:20 ആകുമ്പോഴത്തേക്കും നമ്മൾ നെടുമുടി ജെട്ടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഇവിടെ വേറൊരു ബോട്ട് എടുക്കാൻ നിൽക്കാട്ടോ. അപ്പോൾ നമ്മളിത് ഇപ്പോൾ നെടുമുടി വന്ന് ഇറങ്ങാൻ പോവാണ്. നമ്മുടെ ജെട്ടിയിലേക്ക് ഇതേ പതുക്കെ ബോട്ട് എടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ചേട്ടന്മാർ ബോട്ട് അടുപ്പിക്കും. നമുക്ക് മിക്കവാറും ഈ ബോട്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അങ്ങോട്ട് കിടക്കേണ്ടി വരും കേട്ടോ. ഇത് പറഞ്ഞനുസരിച്ച് നമുക്ക് കിടക്കാം. നമ്മൾ ബോട്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അപ്പുറത്തെ ബോട്ടിൽ കൂടെ നേരെ കടന്ന് നമ്മൾ നമ്മുടെ ജെട്ടിയിലേക്ക് എത്തിയിട്ടോ നെടുമുടി. ഇവിടെ വേറൊരു ബോട്ട് കിടക്കുന്നുണ്ട്, ഇത് ആലപ്പുഴയ്ക്കാന്ന് തോന്നുന്നുണ്ട്. ഞാൻ മിക്കവാറും ഇനി ബോട്ടിനാവില്ല കേട്ടോ, ഞാൻ ബസ്സിനാകുമ്പോൾ ഉണ്ടാവുക. ഇതാണ് നമ്മുടെ ഈ വഴിയിൽ വരുന്ന ബോട്ടിൻ്റെ സമയം കേട്ടോ, സമയക്രമങ്ങളുള്ള ബോർഡാണ്. അപ്പോൾ ഇതെല്ലാവരും വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് നോക്കിക്കോളൂ. ഈ സമയത്തൊക്കെയാണ് നെടുമുടിയിൽ നിന്ന് ബോട്ടുകൾ പോകുന്നത്. ഓരോ വഴി പോകുന്ന ബോട്ടുകളുടെ ലിസ്റ്റാട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ നെടുമുടി ബോട്ട് ജെട്ടി കേട്ടോ. നമുക്കിനി ഇറങ്ങി മെയിൻ റോഡിലോട്ട് പോകണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബോട്ട് നിൽക്കുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത്. നമുക്ക് ബോട്ടിൻ്റെ ഫോട്ടോ എവിടെ നിന്ന് എടുക്കാൻ പറ്റും നോക്കാം കേട്ടോ. നമ്മൾ വന്ന ബോട്ടും ഇതിപ്പോൾ പോകാൻ നിൽക്കുന്ന ബോട്ടാട്ടോ. അപ്പോൾ ഈ ഓവർബ്രിഡ്ജ് ഉണ്ട്. നമുക്ക് മിക്കവാറും ഈ ഓവർബ്രിഡ്ജിന് അങ്ങോട്ട് പോയാലും ബസ് കിട്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഈ ഫ്രണ്ടിലോട്ട് പോകാം. നമ്മളെ വന്ന ബോട്ട് അവർ എടുത്തുകൊണ്ട് പോകാം കേട്ടോ അവിടെ നിന്ന്. അതിപ്പോൾ നീ പോയി റിവേഴ്സ് അടിച്ച് തിരിച്ചു വരാനുള്ള പരിപാടിയാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഈ ബോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ബോട്ട് തന്നെ അടുത്തത് പോകണ്ടാവുക. അപ്പോൾ ഒരു ചെറിയൊരു ജെട്ടിയാട്ടോ നമ്മുടെ നെടുമുടി. ചെറുതൊന്നുമല്ല, കണ്ടതിൽ വെച്ച് കുറച്ച് വലുതാട്ടോ. ആ നമ്മുടെ പുളി എന്താ പറയുക, ആ പള്ളി ഉണ്ടല്ലോ, പുളിങ്കുന്ന് പള്ളി, അവിടുത്തെ ജെട്ടിയും ഏതാണ്ടൊക്കെ ഇത്ര വലുതല്ലെങ്കിലും അത്യാവശ്യം വലുത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് തിരിച്ച് മെയിൻ റോഡിലേക്ക് നടക്കുകയാണ്. ഈ ഒരു വഴിയാട്ടോ നമുക്ക് പുറത്തേക്കുള്ള വഴി. അപ്പോൾ നമ്മളിത് പുറത്തേക്ക് അങ്ങനെ നടക്കുകയാണ് നെടുമുടി ത്രൂ. ഈ ഒരു വഴി കാണാണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ബസ് കിട്ടുമെന്ന് വിചാരിക്കാം കേട്ടോ. ഫ്ലൈ ഓവറിലേക്ക് അങ്ങനെ നടന്ന് കയറിയാൽ മതി തോന്നുന്നു. അപ്പോൾ നമ്മളിത് മുമ്പോട്ട് നടക്കുകയാണ്. അപ്പോൾ ബസ്സിന് എവിടെ നിന്നാണുള്ളത് മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഇതാണ് നമ്മുടെ നടന്ന് വന്ന വഴി കേട്ടോ. നമ്മൾ നേരെ തിരിഞ്ഞ് ബസ് സ്റ്റാൻഡ് നോക്കി ലക്ഷ്യമാക്കി നടക്കുകയാണ്. സൈഡിൽ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. ഇനി ഇവിടെ നിന്ന് നേരെ ബസ് കിട്ടുന്ന സ്ഥലം ലക്ഷ്യമാക്കി നടക്കുക കേട്ടോ. അതിന് എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് കുടിക്കാൻ കയറിയാൽ കൊള്ളാമെന്നുണ്ട്. ബസ് എവിടെ കിട്ടുന്ന അറിയില്ല, ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കണം. കുറച്ചങ്ങോട്ട് ചെല്ലേണ്ടി വരുന്നു. അതേ മെയിൻ റോഡ് കാണാണ്ട് അവിടെ തന്നെയായിട്ട് നമുക്ക് ബസ് കിട്ടുക. അപ്പോൾ നമുക്ക് പതിയെ അങ്ങോട്ട് കയറി ചെല്ലാം. ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല. ഇനി നമ്മൾ നേരെ ബസ് കയറി ആലപ്പുഴ പോകാം കേട്ടോ. ആലപ്പുഴ പോയിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ തിരിച്ച് നേരെ തൃശ്ശൂരിലേക്ക് ആവും. ഈ നെടുമുടി യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല കുട്ടനാടിൽ നല്ല ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മുടെ കേരള സർക്കാരിൻ്റെ ബോട്ടിൽ കുറഞ്ഞ നിരക്കിൽ ആലപ്പുഴയിൽ നിന്ന് ഒരു 2.5 മണിക്കൂർ എടുത്തു. 2-2.25 മണിക്കൂർ എടുത്തെങ്കിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് എല്ലാ കാഴ്ചകളും കണ്ട് നല്ല സുന്ദരമായ ആ ബോട്ടിലൂടെ നമ്മൾ നേരെ വന്ന് നെടുമുടി ഇറങ്ങിയിരിക്കുക കേട്ടോ. ബോട്ടിലാണെങ്കിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, കയറുമ്പോൾ തീരെ തിരക്കുണ്ടായിരുന്നെങ്കിലും വന്നപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മെയിനായിട്ട് എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് ആലപ്പുഴ വന്നാലും ഏത് ടൈപ്പിലും നമുക്ക് ആലപ്പുഴ കാണാം കേട്ടോ. ആലപ്പുഴ ഇപ്പോൾ ഹൗസ് ബോട്ട് അല്ലെങ്കിൽ റിസോർട്ട് പാക്കേജ് എടുത്ത് വന്ന് ആലപ്പുഴ കാണുന്നവരുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് വന്നു കഴിഞ്ഞാലും ഒറ്റ ദിവസം കൊണ്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് തിരിച്ചു പോകാം. അങ്ങനെ നമുക്ക് ആലപ്പുഴ കവർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ സർക്കാരിൻ്റെ ബോട്ടുകളുള്ളത്. ഇവിടുത്തെ ജനങ്ങൾ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ടുള്ളൊരു ബോട്ടാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. കുറഞ്ഞ നിരക്കിൽ നമുക്ക് ഒരു ദിവസം ഇങ്ങനെ ബഡ്ജറ്റ് കുറവായിട്ട് യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഇതുപോലത്തെ ബോട്ട് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ എത്താട്ടോ. അത് കൈനഗിരിക്ക് സർവീസ് ഉണ്ട്, നെടുമുടിക്ക് ഉണ്ട്, അങ്ങനെ പല പല സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഈ സർക്കാരിൻ്റെ ബോട്ട് ഇവിടെ ആലപ്പുഴയിൽ വികസിച്ച് കിടക്കുകയാണ് നമുക്ക് സർവീസിന് വേണ്ടിയിട്ട്. നമുക്കിനി തിരിച്ച് ആലപ്പുഴ പോകാനുള്ള ബസ് ഇവിടെ നിന്നാട്ടോ, നെടുമുടി ബ്രിഡ്ജ്. അപ്പോൾ അതേ അങ്ങ് കയറി പോകണം. അവിടെയാണ് നമ്മുടെ നെടുമുടി ബസ് സ്റ്റോപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് പോയിട്ട് ബസ്സിന് കാത്തിരിക്കാം. അപ്പോൾ നമ്മുടെ ബസ് സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതേ ബസ്സിന് വേണ്ടി ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മുടെ ബസ് എന്നാണ് കേട്ടത് ആലപ്പുഴയ്ക്കുള്ളത്. ഇപ്പോൾ ബസ്സൊന്നും കാണാനില്ല, KSRTC തന്നെ വരുന്നതാണ് തോന്നുന്നത് ഈ റൂട്ടിൽ. ചങ്ങനാശ്ശേരി നിന്ന് ആലപ്പുഴ കണക്ട് ചെയ്യുന്ന AC റോഡാട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബസ്സിൽ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ ആലപ്പുഴയ്ക്ക്. അപ്പോൾ അതേ ബസ് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുമ്പോൾ വെള്ളം കയറാൻ കൂടുതൽ സാധ്യതയുള്ളൊരു ഏരിയ കേട്ടോ. അപ്പോൾ നമുക്കിത് ബസ് കയറിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് കാണാം. അങ്ങനെ ബസ്സിലൊരു 12 കിലോമീറ്റർ നല്ല തിരക്ക് പിടിച്ചൊരു യാത്ര കഴിഞ്ഞാൽ കല്ലുപാലത്ത് വന്ന് ഇറങ്ങിയിരിക്കുക കേട്ടോ. അപ്പോൾ കല്ലുപാലത്തിൽ നിന്നാണ് നമുക്കിനി റെയിൽവേ സ്റ്റേഷനോട് പോകേണ്ടത്. അപ്പോൾ ഈ കാര്യമായിട്ട് വീഡിയോയിലൊന്നും കാണിക്കില്ല. അപ്പോൾ നമ്മൾ വീഡിയോ പതുക്കെ അവിടെ വെച്ച് ചെയ്യാനുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൽ, മൊത്തത്തിൽ നല്ലൊരു യാത്രയായിരുന്നു. എനിക്ക് 24 രൂപയാണ് കേട്ടോ ആയത്. എവിടെ നിന്ന് നെടുമുടിയിൽ നിന്ന് ഇവിടെ കല്ലുപാലം വരെ, പ്രോപ്പർ ആലപ്പുഴ വരെ വരാനായിട്ട് 24 രൂപയാണ് ആയത്. അങ്ങനെ നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് നെടുമുടിയുള്ള ഒരു യാത്ര ഇവിടെ വന്ന് അവസാനിച്ചിരിക്കുക കേട്ടോ. നമ്മൾ നെടുമുടിയിൽ ഒരു 12-20 ആകുമ്പോൾ വന്ന് എത്തിയിട്ടോ. ആ കുട്ടനാടിൻ്റെ നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റി. ഞാൻ ആദ്യത്തെ ബോട്ടിന് കയറിയിരുന്നെങ്കിൽ എനിക്ക് ഇത്ര കാഴ്ച കാണാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം
അത് 10 മണിക്കായിരുന്നു കേട്ടോ. ഞാൻ 10:15 തന്നെ കയറാമെന്ന് വെച്ചിട്ട് കയറിയതാണ്. അപ്പോൾ ഉൾപ്രദേശങ്ങളിലൂടെയൊക്കെ നമ്മൾ കറങ്ങി നല്ല സമയം എടുത്തിട്ടാട്ടോ വന്നത്. ഒരു 2.5 മണിക്കൂർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അടിപൊളി കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നെടുമുടി യാത്ര ഇവിടെ നിന്ന് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ കമൻറ്റ് അതെന്തായാലും വീഡിയോയുടെ ഇടയിൽ അറിയിക്കുക. അതെനിക്കൊരു പ്രചോദനമാവും അടുത്തടുത്ത വീഡിയോ ചെയ്യാനും. പിന്നെ ആ കമൻറ്റ് അനുസരിച്ചിട്ടാവും എനിക്ക് വീഡിയോ എങ്ങനെയൊക്കെ മാറ്റം വരുത്താം എന്നതൊക്കെ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക് പാക്കലാം ഗൈസ്. ബൈ ഫ്രം നെടുമുടി.